pray for generation. പ്രൈസ് ദി ലോർഡ്. XLVBS ക്രൈസ്തവ എഴുത്തുപുര നാഷണൽ പ്രയർ മൂവ്മെൻറ്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കായി പ്രാർത്ഥിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും വ്യത്യസ്തമായ ജില്ലകൾക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. 3-ാം ദിനത്തിൽ വയനാട് ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. തലമുറകൾക്കായി പ്രാർത്ഥിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, ഓരോ കുടുംബങ്ങളെയും ഭരണ സംവിധാനങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സമയം നമ്മൾ വേർതിരിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് നയിക്കട്ടെ. പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. തുടർന്ന് ഒരുമിച്ച് കർത്താവിനെ അല്പനിമിഷങ്ങൾ നമ്മൾ ആരാധിക്കാൻ സമയം വേർതിരിക്കുകയാണ്. ഇന്ന് വയനാട് ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ പഞ്ചായത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും നമ്മോട് കൂടെ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഈ ഒരു മണിക്കൂർ സമയം, ദൈവസന്നിധിയിൽ നമ്മളിരിക്കുന്ന സമയം എല്ലാ കുടുംബങ്ങൾക്കും ഇത് അനുഗ്രഹമായി മാറട്ടെ, വ്യക്തികൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് നമുക്ക് കാണുവാൻ സാധിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാൻ ഒരുങ്ങാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും, കേൾക്കുന്ന സന്ദേശങ്ങളുടെ മേലും, പാടുന്ന ആരാധന ഗീതങ്ങളുടെ മേലും എല്ലാം ദൈവസാന്നിധ്യം ഉണ്ടാകണം. പ്രത്യേകകാൽ വയനാട് ജില്ലയ്ക്കായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തികളും ആ ജില്ലയിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ സമയം വേർതിരിക്കാം. ബ്രദർ സ്റ്റെഫിൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചില ഗാനങ്ങൾ പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ പരിപാലകനായ കർത്താവ് ഒരിക്കലും മയങ്ങുകയില്ല, ഒരിക്കലും ഉറങ്ങുകയില്ല. നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ മയങ്ങാത്ത, ഉറങ്ങാത്ത ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മോടൊപ്പം ഉള്ളതിനാൽ എന്ത് ഭയങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, നാം എന്ത് നിരാശയിലായിരുന്നെങ്കിലും കർത്താവിൻ്റെ ആ പ്രത്യാശ നമ്മളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ആ വർദ്ധിപ്പിക്കുന്ന പ്രത്യാശയാൽ നമ്മെ കർത്താവ് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആ കർത്താവ് നമ്മെ താങ്ങുന്നു. തലമുറയായിട്ട് നമ്മുടെ സങ്കേതമാകുന്ന കർത്താവിനെ അല്പസമയം നമുക്ക് ആരാധിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ പാടി കർത്താവിനെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ തലമുറ തലമുറയാ യാഹേ അങ്ങന്റെ സങ്കേതം. തലമുറ തലമുറയാ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ
മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൽ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൽ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിയിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്ക് വൈദ്യം, സർവശക്തൻ എൻ്റെ രക്ഷയിൽ. അടുത്ത വരികൾ വളരെ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. രോഗികളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, നിങ്ങൾ തോൽവികളാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി, ആ ജയാളിയായവൻ നമുക്ക് വേണ്ടി ശക്തി നൽകുന്നവൻ നമുക്ക് വേണ്ടി ആ ക്രൂശിൽ യാഗമായി തീർന്നു. ഈ വരികൾ ചേർന്ന് ആ ക്രൂശിന്റെ ധ്യാനത്തോടൊന്ന് പാടാം. ഹല്ലേലൂയ. തോൽവികൾ എല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികൾ എല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. 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 യേശു എൻ്റെ സ്നേഹിതൻ. ചേർന്ന് പാടാം.
പ്രാണം യേശുവൻ സ്നേഹിതൻ. യേശു എൻ്റെ പ്രാണപ്രിയൻ. സ്നേഹിതനായ യേശുവിനെ യേശു എൻ്റെ സ്നേഹിതൻ. യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഗാനം കൂടെ പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തിലും നമ്മുടെ യേശു മാത്രം മതി. ഹല്ലേലൂയ. അടുത്ത വരികൾ എങ്ങനെ പറയുന്നു? എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം, മഹിമയും ബലവും നിറഞ്ഞവനെ എന്നും എന്നും സ്തുതി നിനക്ക്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികളാണ് നമ്മൾ അടുത്ത് പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ. യേശുനാഥ, നീ എന്നും ബലമായത്, ഞാനൊട്ടും ഭയമില്ല, ഭയപ്പെടുകയില്ല. നമ്മുടെ ബലഹീന നേരങ്ങളിൽ കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് നമ്മുടെ ബലം നൽകി തന്നത്. ആ കർത്താവിനെ നമുക്ക് ആ കർത്താവ് ബലമായി തീർന്നല്ല. ഒരിക്കലും ഭയപ്പെടാതെ ഈ വരികൾ ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കരങ്ങളെ അടിച്ച് നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ, നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ, നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിന് ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. നിന്റെ ചിറകുകളിൽ നിഴലിൽ, നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, എന്നും ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്,
യേശുവിന് മാത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ നമുക്ക് സാധിച്ചുവല്ലോ. തുടർന്ന് പ്രാർത്ഥനയ്ക്കായി അല്പനിമിഷങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയാണ്. വയനാട് ജില്ലയ്ക്കായി ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ചില നിമിഷങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ വിശ്വാസത്തോടെ ദൈവസന്നിധിയോടെ നമുക്ക് അടുത്തു വരാം. പ്രശസ്തനായ ഒരു സുവിശേഷകൻ തൻ്റെ യോഗത്തിനായി യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയരികെ ഇരുന്ന ഒരു കൊച്ചു പയ്യനെ ആ സുവിശേഷകൻ കണ്ടു. വാഹനത്തിൽ മുൻപോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ്റെ അരികിലേക്ക് വാഹനം നിർത്തിയിട്ട് ചെല്ലുക. വാഹനം നിർത്തി ദൈവാത്മാവ് പറഞ്ഞതുപോലെ ആ ചെറുപ്പക്കാരനരികിലേക്ക് അദ്ദേഹം നടന്നു. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ വളരെയധികം ക്ഷീണിച്ച് അവശതയിലിരിക്കുകയാണ്. മദ്യത്തിനോ മയക്കുമരുന്നിനോ അവൻ അടിമയാണോ എന്ന് ഈ സുവിശേഷകൻ സംശയിച്ചു. തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ വാഹനത്തിൽ കയറ്റി നീ പോകുന്ന സ്ഥലത്തേക്ക്, നിന്റെ മീറ്റിങ്ങിലേക്ക് അവനെ കൊണ്ടുപോകുക. ആ ചെറുപ്പക്കാരനെ നിർബന്ധിച്ച് തൻ്റെ വാഹനത്തിൽ കയറ്റി തൻ്റെ യോഗ സ്ഥലത്തേക്ക് ആ ചെറുപ്പക്കാരനുമായി സുവിശേഷകൻ യാത്ര തിരിച്ചു. മീറ്റിങ്ങിന് ചെന്നു. മീറ്റിംഗ് സ്ഥലത്ത് ഏറ്റവും പുറകിലായിട്ട് ആ ചെറുപ്പക്കാരനെ ഇരുത്തി വേദിയിലേക്ക് കയറി. ആരാധനയ്ക്ക് ശേഷം പ്രസംഗം അദ്ദേഹം തുടങ്ങി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. താൻ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ വലിയ ശബ്ദത്തിൽ കരയുന്ന നിലവിളിയുടെ ശബ്ദം ആ സുവിശേഷകന്റെ കാതിൽ വന്നു. അദ്ദേഹം അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ മുൻപിലേക്ക് ഓടി വരാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരനെ പലരും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സുവിശേഷകൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ മുൻപിലേക്ക് വിടൂ. എന്താണ് അവൻ പറയുന്നത്? എന്തിനാണ് അവൻ കരയുന്നത്? അവൻ മുൻപിൽ വന്ന് കരയാൻ തുടങ്ങി. അവൻ ഇപ്രകാരമാണ് കരഞ്ഞത്. അവൻ നിലവിളിക്കുമ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മ മരിച്ചുപോയി, പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചില്ല. ആ സുവിശേഷകൻ അവനെ അടുക്കലിരുത്തി ചോദിച്ചു, എന്താ മോനെ നീ പറയുന്നത്? അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട ദേവദാസ, ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി, പക്ഷേ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ വിശ്വാസത്തിൽ വരണമെന്നുള്ളത്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ കൊതിയായിരുന്നു ഞാൻ ദൈവത്തെ അറിയണമെന്നുള്ളത്. പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്തു. കൂട്ടുകാരോടൊന്നിച്ച് തെറ്റായ വഴിയെ ഞാൻ യാത്ര ചെയ്തു. എൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ വിഷമത്തിലാണ് ഞാൻ റോഡരികിൽ ഒരല്പം മദ്യം കഴിച്ച് ഞാൻ റോഡരികിൽ ഇരുന്നത്. പക്ഷെ കഴിഞ്ഞ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞ വചനത്തിലൂടെ എൻ്റെ ഹൃദയത്തെ കീറിമുറുക്കിയായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും വെറുതെയായില്ല. എൻ്റെ അമ്മ മരിച്ചുപോയി, പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാപിതാക്കൾ വയനാട് ജില്ലയ്ക്കായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, കേരളത്തിലെ ഓരോ ജില്ലകളിലുമുള്ള തലമുറകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, ഭാരതത്തിലും ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലുമുള്ള തലമുറകൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളത്തിലെ വളരെ മനോഹരമായ ഗ്രാമീണ ജില്ലയാണ് വയനാട്. 8 ലക്ഷത്തിൽ പരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വളരെ മനോഹരമായ, ഒത്തിരിയധികം വിനോദസഞ്ചാരികൾ വന്ന് സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന, താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന മനോഹരമായ സ്ഥലമാണ് വയനാട്. 23ഓളം പഞ്ചായത്തുകളുള്ള 3 മുനിസിപ്പാലിറ്റികൾ അടങ്ങുന്ന മനോഹരമായ വയനാട് ജില്ലയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭരണ സംവിധാനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓരോ സ്ഥലങ്ങളിലുമുള്ള ആ പഞ്ചായത്തുകളിൽ പാർക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആത്മീയമായി, സാമൂഹികമായി വയനാട് ജില്ലയെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന ഓരോരുത്തർക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്കായി, കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കായി, സംവിധാനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കായി, അതിൻ്റെ ഉദ്ധാനത്തിനായി പ്രവർത്തിക്കുന്ന നേതാക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വയനാട് ജില്ലയിൽ മറക്കാനാകാത്ത അനുഗ്രഹമായി ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ചില വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിൽ താമസിച്ച് മിഷണറി പ്രവർത്തനം ചെയ്യുവാൻ എന്നെയും കർത്താവ് സഹായിച്ചു. ആ ജില്ലയിൽ ഓരോ വ്യക്തികളും വളരെ സ്നേഹത്തോടെ, അവിടെ കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളോടും സ്നേഹത്തോടെ ഇടപെടുകയും സ്വീകരിക്കുകയും വളരെ ആതിഥ്യ മര്യാദയോടെ പെരുമാറുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജില്ലയ്ക്കായി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ്. അവർ ഓരോരുത്തരും ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ. ദൈവിക സമാധാനം ഓരോ വ്യക്തികളിലേക്കും വരട്ടെ, ഓരോ ഗ്രാമങ്ങളിൽ വരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി അല്പസമയം വേർതിരിക്കാം. തുടർന്ന് വയനാട് ജില്ലയ്ക്കായുള്ള പ്രാർത്ഥനയ്ക്ക്, തലമുറകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, എല്ലാ മേഖലയിലുമുള്ള വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ എക്സൽ മിനിസ്ട്രിയുടെ ഹോപ്പ് പ്രൊജക്ടിന് നേതൃത്വം നൽകുന്ന ബ്രദർ കിരൺ കുമാർ തുടർന്ന് മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ നയിക്കും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വയനാട് ജില്ലയിൽ വലിയ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കട്ടെ.
ഒരു നിമിഷം ഒരുമിച്ച് കണ്ണുകളിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന വയനാട് ജില്ലയിൽ ഒത്തിരി വ്യതിയാനങ്ങൾ സംഭവിക്കാനിടയായി തീരട്ടെ. നിത്യനായ ദൈവമേ, ഈശ്വരിക്ക് നല്ല കർത്താവേ, ഇന്നലെ വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം ഒരുമിച്ച് വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകുന്നുവല്ലോ. വയനാട് ജില്ലയെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ വയനാട് ജില്ല നിറയുവാൻ അവിടെയുള്ള സഹോദരങ്ങൾ, ദൈവമക്കൾ, അവിടെയുള്ള കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, യുവജനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ദൈവമേ ആദേശത്തെ ചലിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല മേഖലകളിലും കർത്താവെ വിശാലതകൾ സംഭവിക്കേണ്ടതുണ്ടല്ലോ. പഠനം ആഗ്രഹിച്ചിട്ടും ലഭ്യമായി തീരാത്ത കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. ഓരോ ദിവസവും ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഭവനങ്ങളുണ്ട്. ദൈവം അവർക്ക് വേണ്ടിയുള്ള വഴികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾ, പ്രവർത്തനങ്ങൾ, സഭാവ്യത്യാസമില്ലാതെ, സംഘടന വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന കർത്താവ് സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ജില്ലയ്ക്ക് അത് അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ദൈവസ്നേഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവമേ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഭാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശുശ്രൂഷ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത് അനുഗ്രഹമാക്കി തീർക്കണമേ. ഓരോ ജില്ലകളിലും, ഓരോ മേഖലകളിലും, ഓരോ പഞ്ചായത്തുകളിലും, ഓരോ മുനിസിപ്പാലിറ്റികളിലും, ഓരോ വാർഡുകളിലും ദൈവത്തിൻ്റെ സ്നേഹം പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഭാ കൂട്ടങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ അത് അവരിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളോട് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന കർത്താവെ ആത്മീയ പ്രവർത്തനങ്ങൾക്കായി, സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം അനുഗ്രഹമായി തീരണമേ. കർത്താവെ ലഹരിയുടെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ കർത്താവെ വയനാട് ജില്ലയിലുണ്ടല്ലോ. അവരെയൊക്കെ ദൈവമേ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ. പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇത് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വയനാട് ജില്ലയിലെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പഠിക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവെ അതിന് സാഹചര്യം ലഭ്യമാകാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ നൽകണമേ. സ്വഭവനങ്ങളിൽ നിന്ന് പഠിക്കുവാൻ കഴിയാതെ കർത്താവെ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ജീവിതമൊക്കെയും സുരക്ഷിതമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ അവിടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും പ്രവർത്തകരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ വലിയ അത്ഭുതങ്ങൾ സംഭവിപ്പാൻ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായ, ആത്മീകമായി, ഭൗതികമായ വിശാലതകൾക്ക് ദൈവം അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വയനാട് ജില്ല ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൻ്റെ വലിയ കൃപകൾ ഈ ദിനങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവമേ ഈ സന്ധ്യ ഞങ്ങളോടൊപ്പം വയനാട് ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വയനാട് ജില്ലയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന, കൂട്ടായുള്ള പ്രാർത്ഥന വയനാട് ജില്ലയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ സംഭവിപ്പാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വയനാട് ജില്ലയെ തിരുകരങ്ങളിലേക്ക് നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് തുടർന്നും പ്രാർത്ഥനയിലായിരിക്കാം. എന്നാൽ അല്പനിമിഷങ്ങൾ ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മൾ സമയം വേർതിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് നമ്മൾ കേട്ടു. അത് സഭകൾക്ക് അനുഗ്രഹമായിരുന്നു, കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ഓരോ ജില്ലകളിലെയും പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹമായിരുന്നു. ഇന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ നമ്മോട് കൂടെ പാസ്റ്റർ സാം തങ്കച്ചൻ, വടശ്ശേരിക്കര ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തകനായി ദീർഘനാളുകളായിട്ട് ദൈവവേലയിലായിരിക്കും ദൈവദാസൻ, എക്സൽ മിനിസ്ട്രിയോട് ചേർന്ന് വളരെ സ്നേഹബന്ധത്തിൽ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന പ്രിയ ദൈവദാസൻ ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാറ്റമില്ലാത്ത ആ അദൃശ്യമായ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കിടുന്നു. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. കുടുംബങ്ങൾക്ക് വലിയ മാറ്റമായി ഇന്നത്തെ വചന ശുശ്രൂഷ തീരുമെന്നതിൽ സംശയമില്ല. എല്ലാ പ്രിയപ്പെട്ടവരും ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുകളിലേക്ക്, മറ്റു സ്നേഹിതർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയുടെ ഭാഗമാകട്ടെ. വരുന്ന ദിവസങ്ങളിലും ഈ പ്രാർത്ഥന തുടരുമ്പോൾ മറ്റു ജില്ലകളിലേക്ക്
സഭയ്ക്ക്, മറ്റ് വ്യക്തികൾക്ക് വേണ്ടി, മറ്റ് കുടുംബങ്ങൾക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ അത് നമുക്കും അനുഗ്രഹമായി തീരട്ടെ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവവചനം കേൾക്കാനായിട്ട് ശ്രദ്ധയോടെ ഇരിക്കാം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, തലമുറകളെ ഒക്കെ വിളിച്ച് ഒരുമിച്ച് ഈ സന്ദേശം കേൾക്കുക. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. പാസ്റ്റർ സാം തങ്കച്ചൻ അവർ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ VBSും ക്രൈസ്തവ എഴുത്തുവരെയും ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഈ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം അടിയനും അവസരമൊരുക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നാം പ്രത്യേകിച്ച് ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥന എന്നുള്ളതാണല്ലോ. പ്രാർത്ഥനയെക്കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല വിധത്തിലുള്ള പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ മതത്തിലും, എല്ലാ വിഭാഗങ്ങളിലും, എല്ലാ ലോകരാഷ്ട്രങ്ങളിലുമുള്ള എല്ലാ ആളുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം, പ്രാർത്ഥിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ലോകത്തിലെ മുഴുവൻ ജനസംഖ്യ കണക്കെടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണുവാൻ കഴിയും. എന്നാൽ പ്രാർത്ഥിക്കാത്ത അനേകം ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ എന്തർത്ഥമാണ് എന്ന് നമുക്ക് പ്രാരംഭത്തിൽ 1-2-3 വാക്കുകളിൽ പറഞ്ഞിട്ട് തിരുവചനത്തിൽ നിന്നൊരു ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ആത്മാവ്, മനുഷ്യനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യനിൽ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ പുറമേയുള്ള ശരീരം, അവൻ്റെ ചിന്തകളുടെ ഇരിപ്പിടമായ ദേഹി, അവൻ്റെ മനസ്സ്, അതുപോലെ അവൻ്റെ ആത്മാവ്. 3 ഭാഗങ്ങൾ ഒരു മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, സക്രിയാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ദൈവം നൽകിയ ദൈവത്തിൻ്റെ ശ്വാസമായ മനുഷ്യൻ്റെ ആത്മാവിന് ലോകത്തിലെ ഏതെങ്കിലും ഇതര പുറമേ ലഭിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളിൽ നിന്ന് പൂർണ്ണ സംതൃപ്തി നേടുവാനായിട്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ആത്മാവിന് സംതൃപ്തി നേടണമെങ്കിൽ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ ഏതെങ്കിലും ഇതര കാര്യങ്ങൾ കൊണ്ടോ അവന് സംതൃപ്തി നേടാതെ ഇരിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവിന് സംതൃപ്തി തരുന്ന ഏക ഘടകം ദൈവവുമായിട്ടുള്ള സംസർഗമാണ്, സഹവാസമാണ്. അതാണ് വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. മനുഷ്യൻ്റെ ആത്മാവിന് ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവക കൊണ്ടോ ഏതെങ്കിലും ആശയങ്ങൾ കൊണ്ടോ സംതൃപ്തി നേടുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് അവന് സംതൃപ്തി ലഭിക്കണമെങ്കിൽ ദൈവത്തോടുകൂടെ അവൻ സഹവസിക്കണം, ദൈവത്തോടുകൂടെ അവന് സംസർഗം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ട് ഉണ്ടാകുന്ന സംസർഗത്തിൽ, ദൈവമായിട്ടുണ്ടാകുന്ന സഹവാസത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു ഭക്തൻ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: പ്രാർത്ഥന എന്ന് പറയുന്നത് ശക്തിയുടെ കോട്ടയാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അതുമാത്രമല്ല, ആത്മരൂപിയായ ദൈവത്തിൽ നിന്ന് ദൈവിക ദർശനങ്ങളെ പങ്കുവയ്ക്കുകയും ദൈവികമായ മർമ്മങ്ങളെ, ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തലമാണ് പ്രാർത്ഥനയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിൽ ധ്യാനിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അത് ശക്തിയുടെ കോട്ടയാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ്, ആഹാരമാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന ദൈവികമായ സത്യങ്ങളെ, ദൈവികമായ മർമ്മങ്ങളെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പകരുന്ന തലമാണ്, ഇടമാണ് പ്രാർത്ഥനയുടെ ഇടമെന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. ശ്രദ്ധിക്കുക,
പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും തകർത്ത് കളയാൻ ഒരിക്കലും സാധിക്കത്തില്ല. നാം എല്ലാവരും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, നമ്മളിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു മറുപടി ഉണ്ടാകണം. എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രോതാക്കളെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ നമുക്കൊരു മറുപടി ലഭിക്കണം. നമുക്കെല്ലാവർക്കും മറുപടി ലഭിക്കണം. ഈ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളോട്, കുഞ്ഞുങ്ങളോട് ഇന്ന് ഈ വൈകിയ സമയം ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ എന്താണ് പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം കരുതി വച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പഴയ നിയമം തുടങ്ങി നമ്മൾ വായിച്ചു വരുമ്പോൾ അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ വലിയവനായ ദൈവം നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തന്നിരിക്കും. ചിലപ്പോൾ മറുപടി ലഭിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ശ്രദ്ധിക്കണമേ, ഇന്ന് ഈ വൈകിയ സമയം ഈ സന്ദേശം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത 2 കൊരിന്ത്യർ 12 7 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങൾ ആസ്പദീകരിച്ചുകൊണ്ടാണ്. അവിടെ നമുക്കറിയാം, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിന് വേദപുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി പറഞ്ഞു തന്ന അനുഗ്രഹീതനായ വിശുദ്ധ പൗലോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പൗലോസിൻ്റെ വളരെ വിശ്വപ്രസിദ്ധമായ സഭയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ പുതിയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1 അതിൻ്റെ 15 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, ഫിലിപ്പിയ ലേഖനം 1 അതിൻ്റെ 11 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, കൊലോസ് ലേഖനം 1 9 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് ഒരു പ്രത്യേക വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഭാഗമാണ് നമുക്കെല്ലാവർക്കും അറിയാം. 2 കൊരിന്ത്യർ 12 അതിന് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കണമേ, പൗലോസിന് ആ ചരിത്ര വിഷയങ്ങൾ, പൗലോസിന്റെ അനുഭവത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് അതിലേക്ക് ആഴമായിട്ട് അതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അതിന്റെ വിഷയം ഒന്ന് സൂചിപ്പിക്കട്ടെ. പൗലോസിന്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു, ഒരു രോഗമുണ്ടായിരുന്നു. ആ രോഗം മാറാൻ പൗലോസ് 3 ആവർത്തി പ്രാർത്ഥിച്ചു. ചില വേദപണ്ഡിതാക്കൾ പറയുന്നു, ഗലാത്യ ലേഖനം 4 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരത്തിന്റെ സ്ഥിതി വളരെ നിന്ദ്യമായിരുന്നിട്ടും നിങ്ങൾ എന്നെ ദൂതന്മാരെ പോലെ കണ്ടിരുന്നു. അതുകൊണ്ട് ചില വേദപണ്ഡിതാക്കൾ പറയുന്നു പൗലോസിന് അപസ്മാരമായിരുന്നു. അതേ ലേഖനത്തിന്റെ 6 11 വാക്യം തുടങ്ങി വായിക്കുന്ന ഉടനെ അവിടെ കാണുന്നുണ്ട്, ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു എന്ന് ചില വേദപണ്ഡിതാക്കൾ പറയുന്നു. ആധികാരികമായി അതിനകത്തു നിന്ന്, വേദപുസ്തകത്തിന് പുതിയ നിയമത്തിനകത്തു നിന്ന് പൗലോസിന് സംഭവിച്ചിരുന്ന രോഗം എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ പൗലോസിൽ ഒരു ശൂലം ദൈവം കൊടുത്തിരുന്നു. അതാണ് നമ്മൾ ഈ 2 കൊരിന്ത്യർ 12 7 വാക്യത്തിൽ വായിക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ശ്രദ്ധിക്കണമേ, ഇവിടെ നമ്മൾ കാണുമ്പോൾ പൗലോസ് 3 വട്ടം പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ പൗലോസ് ചോദിച്ച ആ ചോദ്യത്തിന്, ആവശ്യത്തിന് തക്കതായ മറുപടി അല്ല സ്വർഗത്തിൽ നിന്ന് ലഭിച്ചത്. ഈ പ്രാർത്ഥനയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം അതാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ചോദിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് അതേപോലെ ചിലപ്പോൾ മറുപടി നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. പക്ഷെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം, ശ്രദ്ധിപ്പിച്ച കാര്യം, എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം, ഇതിൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സങ്കീർത്തനം 53 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യപുത്രന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം.
കേരളത്തിലെ 14 ജില്ലകളും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ദൈവം കണ്ണോടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ദൈവം കണ്ണോടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സന്നിധിയാണ്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവം ഈ ലോകമാകമാനം കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് കാണാൻ സാധിക്കുന്നത് ലോകത്തിന്റെ മോഹങ്ങളുടെ പുറകെ ഓടുന്ന ഒരുപാട് ആളുകളാണ്. ഇന്ന് വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉടനെ വയനാട്ടിൽ നിന്ന് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വയനാട് ജില്ലയെ ദൈവം നോക്കുമ്പോൾ ലോകപ്രകാരം ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണുകയാണ്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യപുത്രനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ താങ്കൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ സകല സൈന്യവും ദൈവത്തിന്റെ കണ്ണും നിങ്ങളിലേക്ക് പതിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, ഏത് വിദ്യാഭ്യാസത്തിന് പോകണം, എവിടെ പഠിക്കണം, നഴ്സിംഗിന് പോകണോ, എഞ്ചിനീയറിംഗിന് പോകണോ, മെഡിസിന് പോകണമോ, ലോകത്തിൽ ഏതെങ്കിലും രാഷ്ട്രത്തിലേക്ക് മാറി താമസം മാറ്റണമോ, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം നമുക്ക് ദൈവത്തോട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം തന്നേക്കാം. എന്നാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആഗ്രഹങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും ഒരുപക്ഷെ ദൈവം അത് സാധിപ്പിച്ച് തന്നില്ലെന്ന് വന്നാലും, നാം ചോദിച്ച എല്ലാ കാര്യത്തിനും ദൈവം മറുപടി തന്നില്ലെങ്കിലും നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. ഇവിടെ പൗലോസ് ചോദിച്ച ചോദ്യം രോഗത്തിന് സൗഖ്യം വരണമെന്ന്. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം, പൗലോസേ, നിന്റെ രോഗം ഞാൻ എടുത്തു മാറ്റാം, പക്ഷെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നിന്റെ രോഗം മാറുന്ന ഉടനെ നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിൽ ഞാൻ പകർന്നിട്ടുള്ള എൻ്റെ കൃപ കൂടെ ഞാൻ എടുത്തു മാറ്റും. ദൈവം ചോദിക്കുകയാണ്, പൗലോസേ, നിനക്ക് രോഗം മാറണമോ അതോ എൻ്റെ കൃപ നിനക്ക് വേണമോ? പൗലോസ് സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ പിതാവാം ദൈവമേ, എനിക്ക് എൻ്റെ രോഗം മാറിയില്ലെങ്കിലും യാതൊരു പ്രയാസവുമില്ല, എനിക്ക് അങ്ങയുടെ കൃപ മാത്രം മതി. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൃപയാണ്. ആ രോഗം അവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് പകലിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്ന മറുപടിയാണോ നിനക്ക് വേണ്ടത്, അതോ ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന, ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൃപയാണോ നമുക്ക് ആവശ്യമായിരിക്കുന്നത്? ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. യുവജനങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, യുവജനങ്ങൾ ലോകത്തിനും ലോകത്തിന്റെ മോഹങ്ങൾക്കും അതിരായി ജീവിക്കുമ്പോൾ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ. ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും സമാധാനവും ആനന്ദങ്ങളും ലോക സുഖങ്ങളെക്കാളൊക്കെ ഉപരിയായി സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ നിറയണമേ എന്ന് നമുക്ക് ഇന്ന് പകലിൽ ഈ വൈകിയ സമയം പ്രാർത്ഥിക്കാം. ആ പൗലോസ് അതിനുശേഷം ദൈവം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്മതിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്തു. അതാണ് 10-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കേൾക്കണമേ, പൗലോസ് ചോദിച്ചത് രോഗസൗഖ്യമാണ്. ദൈവം പറഞ്ഞു, ഞാൻ കൃപ തരാം. അപ്പോൾ പൗലോസിന്റെ റെസ്പോൺസ്, പൗലോസ് എടുത്ത തീരുമാനം അവിടെ വായിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. എന്താ പൗലോസേ അങ്ങനെ ഒരു ചോദ്യം പറഞ്ഞത്? അങ്ങ് ചോദിച്ചത് രോഗസൗഖ്യമല്ലേ, പിന്നെ എന്തുകൊണ്ടാ പിന്നെ കഷ്ടത അനുഭവിക്കാമെന്ന് ഒരു തീരുമാനമെടുത്തത്? ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലെങ്കിൽ അനേകം ആളുകൾ യേശുവിനെ വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു, ഇനിയും ഞാൻ യേശുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാം. അതിന്റെ കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് when I am weak then I am strong. ഈ കൃപയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്
പറയുന്നത് അല്ലെ, നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോൾ നമ്മളെ ശക്തമാക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ തകർന്നിരുന്നാലും, നിങ്ങൾ പ്രതികൂലങ്ങളിൽ പോയാലും, പ്രശ്നങ്ങളിലൂടെ പോയാലും, കുഞ്ഞെ നീ ലോകത്തിന്റെ ഏത് സ്ഥലത്തുകൂടെ സഞ്ചരിച്ചാലും, ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും, അവിടെ നിന്നെ ശക്തമാക്കുന്ന ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എനിക്ക് വേണം. When I am weak, then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ ഒരു സ്ഥലത്തും നമ്മൾ പരാജയപ്പെടേണ്ടി വരില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കർത്താവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയാൽ അതിനൊരു പ്രയോജനമുണ്ട്. When I am weak, then I am strong. എപ്പോൾ ഞാൻ ബലഹീനനായി മാറുമോ അന്നേരമെല്ലാം ഞാൻ ശക്തനായിരിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ആ കൃപ പകർന്ന് നിങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു സ്ഥലത്തും ഒരിടത്തും പരാജയപ്പെടേണ്ടി വരത്തില്ല. ദൈവമാണ് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മുടെ ഹൃദയങ്ങളോട് കർത്താവ് സംസാരിച്ചല്ലോ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ദൈവദാസനെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ അദ്ദേഹം പങ്കിട്ടു. നമുക്കത് അനുഗ്രഹമായി മാറട്ടെ. വയനാട് ജില്ലയ്ക്കായി ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓൺലൈനിലും സൂമിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അതിലും ജോയിൻ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറകൾക്കായി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതറിയിക്കുക. എക്സൽ ടീം, ക്രൈസ്തവ എഴുത്തുപുര, നാഷണൽ പ്രയർ മൂവ്മെൻറ്റ് ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഭാഗമാകാൻ സാധിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു അനുഭവമായി മാറട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഓരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, വിദേശ യാത്രകൾക്കായി ആഗ്രഹിക്കുന്ന, ജോലിക്കായി ആഗ്രഹിക്കുന്ന തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിച്ചിട്ടും ഒരു മേഖലയിലും എത്തിച്ചേരാൻ കഴിയാതെ നിരാശയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം, ദൈവം അവരെ സ്നേഹിക്കുന്നെന്ന പൗലോസിനെ പോലെ ദൈവകൃപ ഓരോരുത്തരുടെ മേലും കർത്താവെ ഈ രാത്രി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും ഓരോ കുടുംബങ്ങൾക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, വയനാട് ജില്ലയെ ഇവിടെ നിന്ന് അനുഗ്രഹിച്ച് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എല്ലാ കുടുംബങ്ങളുടെ മേലും, പ്രത്യേക വയനാട് ജില്ലയുടെ മേൽ ഇന്ന് മുതൽ നീക്കി വിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.